ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ചില്ലി ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് നല്ല സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. കുറച്ച് സോസുകളും മധുരവും ഒക്കെ ചേരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതുണ്ടാക്കാൻ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 മുട്ട വേണം, മൈദ, കോൺഫ്ലോർ, സോയ സോസ്, പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോൾട്ട്, ക്യാപ്സിക്കം, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഗാർലിക്കിൻ്റെ പൗഡറും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ചിക്കനിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ടീസ്പൂണോളം സോയ സോസും 2 ടീസ്പൂൺ വിനെഗറും 2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും, ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3 ടീസ്പൂണും ഗാർലിക് പൗഡർ ഞാനൊരു ഏകദേശം ഒരു 3 ടീസ്പൂണും ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഞാനൊരു 5 ടീസ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺ സ്റ്റാർച്ച് ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് വരുമ്പം ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 45 മിനിറ്റ്സ് ടു 1 അവർ എങ്കിലും വെക്കുന്നത് നല്ലതാണ്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുന്നിടം വരെ നമുക്കിത് ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ചിക്കൻ അകമൊക്കെ നന്നായിട്ട് വേകണം. ഇതിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് ആ ചിക്കൻ കുക്ക് ചെയ്ത എണ്ണയ്ക്കകത്തും തന്നെ ഞാനൊരു 3-4 ടീസ്പൂണ് ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത ഗാർലിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറിയ ബ്രൗൺ ആകുന്നിടം വരെ നമ്മളതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സോയ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെച്ചപ്പ് ഒരു 3-4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചില്ലി ഗാർലിക് സോസ് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം ചില്ലി പൗഡറും 1.5 ടീസ്പൂണോളം ഷുഗർ ഇടണം. ഇനി 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂണോളം വിനെഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് 2-3 കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ ഇട്ടേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പോളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺ സ്റ്റാർച്ച് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറുകാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ വെളുത്ത എള്ള്, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ചിക്കൻ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.